നമസ്കാരം. പണ്ടൊരു കഥ വായിച്ചത് ഓർക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന ഒരു തെരുവാണ് രംഗം. അവിടെ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളോട് ചോദിച്ചു, ഇവിടെ ഇപ്പം എന്തോന്നാണ് നടക്കുന്നത്, എന്തൊരു ബഹളം, അപ്പുറത്തെ തെരുവിൽ നിന്നൊക്കെ നിലവിളിയും ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞു, അവിടെ വിപ്ലവകാരികളെല്ലാം ആൾക്കാരെ കൊന്നൊടുക്കുകയാണ്, ആയിരക്കണക്കിന് തലകളെയാണ് വെട്ടിയെടുക്കുന്നത്. ഇത് കേട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു പോലും, അയ്യോ, ഈ വിപ്ലവകാരികളൊക്കെ ഇങ്ങനെ തല വെട്ടിയെടുത്താൽ എൻ്റെ തൊപ്പി ബിസിനസ് നഷ്ടമായി പോകുമല്ലോ, അടുത്ത മാസം ഞാൻ തൊപ്പി വിൽക്കാൻ ഇത്തിരി കഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കെപ്പോഴും നമ്മുടെ സന്തോഷം, നമ്മുടെ നേട്ടം, നമ്മുടെ ലാഭം, നമ്മുടെ സുഖം, നമ്മുടെ സംതൃപ്തി, ഇതിനാണ് മുൻതൂക്കം. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളോടൊപ്പമുള്ളവർ, നമ്മളെ അറിയാവുന്നവർ, നമ്മളെ പരിചയമുള്ളവർക്ക് നമ്മൾ ഒരിക്കലും പ്രിയപ്പെട്ടവർ ആകില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മുടേതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ കൂടുതൽ സ്നേഹിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആർക്കേഡിയ എന്ന മനോഹരമായ ഗ്രന്ഥമൊക്കെ എഴുതിയ ഒരു ഫിലിപ്പ് സിഡ്നിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുദ്ധത്തിൽ മുറിവേറ്റ് അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത്തിരി വെള്ളത്തിന് വേണ്ടി ചോദിച്ചു. മറ്റു പട്ടാളക്കാർ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. വെള്ളം കുടിക്കാനായിട്ട് അദ്ദേഹം കുപ്പി തുറന്ന് വെള്ളം ഇങ്ങനെ നാവിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു കാഴ്ചയുണ്ട്. തൻ്റെ തൊട്ടടുത്ത് മറ്റൊരാൾ വേദനയോടെ ഞരങ്ങുന്നു. ഫിലിപ്പ് സിഡ്നി വെള്ളം ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ് നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈ നീഡ്. അയാളുടെ ആവശ്യം എൻ്റെ ആവശ്യത്തേക്കാൾ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഒരുപാട് സ്നേഹിക്കും. എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തേക്കാൾ വലുതാണ്. താങ്ക് യു സോ മച്ച്. ആൻഡോ മൈക്കിൾ എന്നാണ് എൻ്റെ പേര്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബ്ബ് എന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാം. ഫോളോ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.